അധ്യാത്മരാമായണം ബാലകാണ്ഡം 4-ാം ദിവസം. ഭൂമിയുടെ ഭാരം തീർക്കുന്നതിനായി ബ്രഹ്മാദി ദേവതകളുടെ പ്രാർത്ഥന മൂലം പാൽക്കടലിൽ പള്ളി കൊള്ളുന്ന സാക്ഷാൽ ശ്രീനാരായണൻ സൂര്യവംശ രാജാവായ ദശരഥപുത്രനായി പിറക്കുകയും രാക്ഷസ രാജാവായ രാവണനെയും മറ്റും യമപുരിയിലേക്ക് അയച്ച ശേഷം പരബ്രഹ്മത്തിൽ ലയിക്കുകയും ചെയ്തു. ആ വേദാന്ത വാക്യം വേദ്യനായ ശ്രീരാമന്റെ പാദകമലത്തിൽ ഞാൻ വന്ദിക്കുന്നു. ഉമാമഹേശ്വര സംവാദം. കൈലാസാചലേ സൂര്യകോടി ശോഭിതേ വിമലാലയേ രത്നപീഠേ സവിഷ്ടം ധ്യാനനിഷ്ടം ഭാലലോചനം മുനിസിദ്ധദേവാദിസേവ്യം നീലലോഹിതം നിജഭകാരം വിശ്വേശ്വരം വന്ദിച്ചു വാമോൾ സാംഗേ വാഴുന്ന ഭഗവതേ സുന്ദരേ ഹൈമാവതി ചോദിച്ചു ഭക്തിയോടെ സർവാത്മാവായ നാഥ പരമേശ്വര പോറ്റി സർവലോകവാസ സർവേശ്വര മഹേശ്വര സർവ ശങ്കര ശരണാഗത ജനപ്രിയ സർവദേവേശ ജഗന്നായക കാരുണ്യബദ്ധേ അത്യന്തം രഹസ്യമാം വസ്തുവെന്നിരിക്കലും എത്രയും മഹാനുഭാവന്മാരായുള്ള ജനം ഭക്തിവിശ്വാസ ശുശ്രൂഷാദികൾ കാണുന്തോറും ഭക്തന്മാർക്കുപദേശം ചെയ്തിടുമെന്നു കേൾപ്പൂ. ആകയാൽ ഞാനുണ്ടെന്നു നിന്തിരുവടി തന്നോടാകാംക്ഷ പരമേശം ചേതസാൻ ചോദിക്കുന്നു. കാരുണ്യമെന്നെ കുറിച്ചുണ്ടെങ്കിൽ എനിക്കിപ്പോൾ ശ്രീരാമദേവതത്വം ഉപദേശിച്ചിടണം. തത്വഭേദങ്ങൾ വിജ്ഞാന ജ്ഞാനവൈരാഗാദി ഭക്തിലക്ഷണം സാഖ്യായോഗഭേദാദികളും ക്ഷേത്രോപവാസ ഫലം യാഗാദി കർമ്മഫലം തീർത്ഥസ്നാനാദിഫലം ദാനധർമാദിഫലം വർണ്ണധർമ്മങ്ങൾ പുനരാശ്രമധർമ്മങ്ങളും എന്നിവയെല്ലാം എന്നോടൊന്നൊഴിയാതെ വണ്ണം നിന്തിരുവടി അരുൾ ചെയ്തു കേട്ടതുമൂലം ബന്ധമോക്ഷങ്ങളുടെ കാരണം